ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം കാൽസിഫെറോൾ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ധ്വനി. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരഭാഗം കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്തത് ബിസ്മത്ത്. തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ കുടുംബത്തിൽ ഉൾപ്പെടാത്തത് ബിസ്മത്ത്. ഫോസ്ഫറസ് എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ എത്രയാണ്? 15. ഫോസ്ഫറസ് എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ എത്രയാണ്? 15. സിന്നബാർ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മെർക്കുറി. സിന്നബാർ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മെർക്കുറി. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം സോപ്പ്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്ന പദം സൂപ്പർസോണിക്.
ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്ന പദം. സൂപ്പർ സോണിക്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം. വികിരണം. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം. വികിരണം. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ്. ആങ്സ്ട്രം. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ്. ആങ്സ്ട്രം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. യാന്ത്രികോർജം വൈദ്യുതോർജമാക്കുന്നു. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ വികിരണം ഏത്? കോസ്മിക് രശ്മി. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ വികിരണം ഏത്? കോസ്മിക് രശ്മി. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. കുറ്റാലം. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. കുറ്റാലം. എന്തിൻ്റെ സംരക്ഷണത്തിനാണ് ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത്? കടലാമ. എന്തിൻ്റെ സംരക്ഷണത്തിനാണ് ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത്? കടലാമ. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. 7. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. 7. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്കേത്? വടക്ക്. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്കേത്? വടക്ക്. താഴെ തന്നിരിക്കുന്നവരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നതാര്? PN റാവു. താഴെ തന്നിരിക്കുന്നവരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നതാര്? PN റാവു. കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസ്രോയ്? വേവൽ പ്രഭു. കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസ്രോയ്? വേവൽ പ്രഭു. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5 തരം. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5 തരം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായ അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം?
1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായ അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ഒരു തീർത്ഥാടനമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്ര. 5ാം കേരള സന്ദർശനം. ഒരു തീർത്ഥാടനമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്ര. 5ാം കേരള സന്ദർശനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. 1896 കൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. 1896 കൽക്കട്ട സമ്മേളനം. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. റിപ്പൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. റിപ്പൺ പ്രഭു. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ 2019 ഫെബ്രുവരി 26 ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം. ഓപ്പറേഷൻ ബന്ദർ. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ 2019 ഫെബ്രുവരി 26 ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം. ഓപ്പറേഷൻ ബന്ദർ. ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കൈക്കൊണ്ട രാജ്യം. ബ്രിട്ടൻ. ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കൈക്കൊണ്ട രാജ്യം. ബ്രിട്ടൻ. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം ഇനി മുതൽ അറിയപ്പെടുന്നത്. നാവിക്. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം ഇനി മുതൽ അറിയപ്പെടുന്നത്. നാവിക്. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം. 2009. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം. 2009. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 1ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളുടെ എണ്ണം 114. 1ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളുടെ എണ്ണം 114. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. കേരള ലോകായുക്ത നിലവിൽ വന്നത് എന്ന്? 1998 നവംബർ 15.
കേരള ലോകായുക്ത നിലവിൽ വന്നതെന്ന്? 1998 നവംബർ 15. കേരളത്തിൽ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള ജില്ല? ഇടുക്കി. 22ാം കേന്ദ്ര മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രി? നരേന്ദ്ര സിംഗ് തോമർ. 22ാം കേന്ദ്ര മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രി? നരേന്ദ്ര സിംഗ് തോമർ. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്? എൻ പ്രഭാകരൻ. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്? എൻ പ്രഭാകരൻ. ജീവൻ ദീപം എന്ന ഇൻഷുറൻസ് പോളിസി ആരംഭിച്ചത്? കുടുംബശ്രീ. ജീവൻ ദീപം എന്ന ഇൻഷുറൻസ് പോളിസി ആരംഭിച്ചത്? കുടുംബശ്രീ. ശ്രീരക്ഷ എന്ന പേരിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിള ചുവടെ പറയുന്നവയിൽ ഏതാണ്? മരച്ചീനി. ശ്രീരക്ഷ എന്ന പേരിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിള ചുവടെ പറയുന്നവയിൽ ഏതാണ്? മരച്ചീനി. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് വനിതാ വിഭാഗം ജേതാവ്? നവോമി ഒസാക്ക. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് വനിതാ വിഭാഗം ജേതാവ്? നവോമി ഒസാക്ക. 2021 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതി? ഗതിശക്തി. 2021 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതി? ഗതിശക്തി. കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമുള്ള വർഷമായി ആചരിക്കപ്പെടുന്നത്? 2021 കേരള പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമുള്ള വർഷമായി ആചരിക്കപ്പെടുന്നത്? 2021 ബൈചൂങ് ഭൂട്ടിയ ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് എവിടെ? സിക്കിം. ബൈചൂങ് ഭൂട്ടിയ ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് എവിടെ? സിക്കിം. സ്വന്തമായി ഡിജിറ്റൽ ഗാർഡൻ ഉള്ള ആദ്യ ഇന്ത്യൻ സർവകലാശാല? കേരള സർവകലാശാല. സ്വന്തമായി ഡിജിറ്റൽ ഗാർഡൻ ഉള്ള ആദ്യ ഇന്ത്യൻ സർവകലാശാല? കേരള സർവകലാശാല. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചതാര്? അക്കിത്തം. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചതാര്? അക്കിത്തം. കൊറോണ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. കൊറോണ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? നിർഭയം. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? നിർഭയം. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തി ചരിത്രം കുറിച്ചത് ഏത് ജില്ലയിലെ ബൂത്തുകളിലാണ്? കണ്ണൂർ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തി ചരിത്രം കുറിച്ചത് ഏത് ജില്ലയിലെ ബൂത്തുകളിലാണ്? കണ്ണൂർ. മികച്ച ചിത്രത്തിനുള്ള 93ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്? നൊമാഡ് ലാൻഡ്.
മികച്ച ചിത്രത്തിനുള്ള 93ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് നൊമാഡ് ലാൻഡ്. ഏതു സംസ്ഥാനത്താണ് റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടുപടിക്കൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഡോർ ഡെലിവറി സംവിധാനം ആരംഭിച്ചത്? ആന്ധ്രാപ്രദേശ്. ഏതു സംസ്ഥാനത്താണ് റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടുപടിക്കൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഡോർ ഡെലിവറി സംവിധാനം ആരംഭിച്ചത്? ആന്ധ്രാപ്രദേശ്. ഏത് വിദേശ രാജ്യത്തെ സൈന്യമാണ് ഇന്ത്യയുടെ 72ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്? ബംഗ്ലാദേശ്. ഏത് വിദേശ രാജ്യത്തെ സൈന്യമാണ് ഇന്ത്യയുടെ 72ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്? ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസ് നിലവിൽ വന്നതെവിടെ? ഡൽഹി. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസ് നിലവിൽ വന്നതെവിടെ? ഡൽഹി. ഏതു രാജ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ഹോപ്പ്? UAE. ഏതു രാജ്യത്തെ ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ഹോപ്പ്? UAE. 2022 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം? ഖത്തർ. 2022 ഫിഫ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം? ഖത്തർ. അടുത്തിടെ ഏതു സംസ്ഥാനത്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഉള്ള തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്നും 150ആയി ഉയർത്തിയത്? ഉത്തരാഖണ്ഡ്. അടുത്തിടെ ഏതു സംസ്ഥാനത്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്ന് 150ആയി ഉയർത്തിയത്? ഉത്തരാഖണ്ഡ്. ദക്ഷിണ ഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഏത്? കാവേരി. ദക്ഷിണ ഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഏത്? കാവേരി. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? കോഴിക്കോട്. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.